ഇന്ത്യയിൽ ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റലുള്ളൂ. പേനനെ പറ്റി എന്തുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിനൊന്നും പൈസ ഇല്ല, ഫ്രീ സർവീസാണ്. നമ്മളൊരാൾക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അബ്ദുൽ കലാമിന്റെ പേന കൊച്ചിയിൽ ഒരു മരം നടാൻ വേണ്ടി കുമ്പിട്ടപ്പോ നിലത്ത് വീണു, ഫംഗ്ഷൻ ചെയ്യാണ്ടായി. അത് ശരിയാക്കി ആൾക്ക് വളരെ സന്തോഷമായി. ഞാൻ എന്നെ നേരിട്ട് കസ്റ്റമറിന് കൊടുക്കുമ്പോ അവർക്ക് ആ ഒരു സന്തോഷം. ആരെങ്കിലും ബൈ ചാൻസ് ഒന്ന് തട്ടി താഴെ വീണു, അപ്പൊ ആ അലൈൻമെന്റ് വ്യത്യാസമായ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ശരിയാവും. അപ്പൊ അതിനൊന്നും പൈസ മേടിക്കുന്ന കേസല്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് എഴുതുമ്പോ തൃപ്തിയായി. നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതല് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ആണ്. പിന്നെ ഏത് വെച്ച് എഴുതിയാലും ആ മനസ്സിലെ ഫീലിംഗ് മാറില്ല. കയ്യക്ഷരം നന്നാവാനായിട്ട് വരുന്നത് കാലിഗ്രാഫി എന്ന് പറഞ്ഞ പേനയാണ്. അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ കയ്യക്ഷരം നന്നാവും. അല്ലെങ്കിൽ ഫ്ലോ ഉള്ള പേന കൊണ്ട് എഴുതാം. അങ്ങനെ വന്നാലും കയ്യക്ഷരം നന്നാവും. വയസ്സനുസരിച്ച് ഒരു 50 കൊല്ലത്തിന് മേലെ ഇത് അവിടെ വന്നു പെൻ ഒഴിക്കും. ട്യൂബ് മാറ്റാൻ വേണ്ടി വന്നതാണ്. മറ്റുള്ളവർക്ക് പോയത് കിട്ടാൻ പ്രയാസമുണ്ട്. ഇവിടെ വന്നാൽ ഏത് ട്യൂബും ഏത് കാര്യങ്ങളും കിട്ടും. നമ്മളൊക്കെ ഒരു പേന വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മഷി തീരുന്നോടം വരെ ഉപയോഗിക്കും. പേനയുടെ മഷി തീർന്നാലോ അതിനെന്തെങ്കിലും പറ്റിയാലോ അതിൻ്റെ സ്ഥാനം പിന്നെ ചവിട്ടുകൊട്ടയിലായിരിക്കും. എന്നാൽ തൃശ്ശൂർ ഗഡീസിൻ്റെ കാര്യം അങ്ങനെയല്ല. പേനയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ പേനയുടെ മഷി തീർന്നാലോ അവർ നേരെ ചെല്ലുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. ഡോക്ടറും സ്ട്രക്ചറും ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക്, തൃശ്ശൂർ പാലസ് റോഡിലെ പെൻ ഹോസ്പിറ്റലിലേക്ക്. ഇപ്പം നമ്മളുള്ളത് ഈ പെൻ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ അടുത്താണ്, നാസറേട്ടൻ. നമുക്ക് നാസറേട്ടനോട് തന്നെ ഈ പെൻ ഹോസ്പിറ്റലിന്റെ കഥ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഇവിടെ ഒരു പെൻ ഹോസ്പിറ്റൽ തുടങ്ങാനുണ്ടായ കാരണവും എങ്ങനെയാണ് ഇതിന്റെ തുടക്കമൊക്കെ? എൻ്റെ പേര് നാസർ എന്നാണ്. എൻ്റെ ഫാദറായിട്ട് തുടങ്ങിയതാണ്. ഫാദറിന്റെ പേര് അബ്ദുള്ള. ആളിത് കൽക്കട്ടയിൽ നിന്നാണ് പഠിച്ചത്. അന്ന് ഈ പേനകൾ എന്ന് പറയുന്നത് സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ള കേസ് പേനകളാണ് അധികവും വരുന്നത്. ഇപ്പോൾ കുട്ടി ക്ലാസ്സിൽ പഠിക്കാൻ നല്ല കുട്ടിയാണ്, ആ കുട്ടിക്ക് പേന മേടിക്കാനുള്ള കഴിവില്ല. അപ്പോൾ ടീച്ചർ ഒരു പേന കൊടുത്തു. ആ പേന കൊണ്ട് തന്നെ ആ കുട്ടി ഉന്നതങ്ങളിലെത്തിയ കാര്യങ്ങളുണ്ട്. അപ്പം അതിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ലാണ്ട് വേറെ മാർഗമില്ല. അപ്പം നമ്മളെ ഏരിയത്ത് വന്ന് ശരിയാക്കി കൊണ്ടുപോകും. ഇന്ത്യയിലെ ഒരു ആസ്പത്രി എന്ന് പറയുന്നത് ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. അതുമാതിരി അബ്ദുൽ കലാമിന്റെ പേന ഇതേമാതിരി കൊച്ചിയിൽ ഒരു മരം നടാൻ വേണ്ടി കുമ്പിട്ടപ്പോൾ നിലത്ത് വീണു, ഫംഗ്ഷൻ ചെയ്യാണ്ടായി. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നമ്മൾ അറിയുന്ന കാരണം കൊണ്ട് ഇവിടെ വന്ന് അത് ശരിയാക്കി ആൾക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അതിനൊന്നും പൈസ മേടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മാറ്റി വെച്ചാൽ മാത്രമേ ഇവിടെ പൈസ മേടിക്കുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മൾ ഫ്രീ സർവീസാണ്. ആ, അപ്പൊ ജനങ്ങൾക്കൊരു ഉപകാരമായിട്ട് ഫാദർ കേരളത്തിന്റെ മധ്യത്തിലായി ഇടാൻ കാരണം അതാണ്. തൃശ്ശൂർ ഇടാൻ കാരണം ആൾക്കാർക്ക് വന്നു പോകാനുള്ള സൗകര്യത്തിന്റെ ഇതായിട്ടാണ് തൃശ്ശൂർ ഇടാൻ കാരണം. APJ അബ്ദുൽ കലാമിന്റെ മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ ഫാദറാണ് ശരിയാക്കിയിട്ടുള്ളത്. കൊച്ചിൻ മഹാരാജാവിന്റെ പേന ശരിയാക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഫാദറിന്റെ പേന ശരിയാക്കാൻ കാരണം പ്രൈവറ്റ് സെക്രട്ടറിക്ക് നമുക്കറിയാം. അത് കാരണം കൊണ്ട് ആള് നാട്ടിലേക്ക് ലീവ് കൊടുത്ത് പറഞ്ഞയച്ചിട്ട് ശരിയാക്കിക്കൊണ്ട് അത്രയും ആ പേനോടുള്ള അറ്റാച്ച്മെന്റ് ആണ് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് അത് ശരിയാക്കി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ലീവ് കൊടുത്ത് ആ പേനയ്ക്ക് വേണ്ടി ആള് നേരിട്ട് വന്ന് ശരിയാക്കി കൊണ്ടുപോയി. അവർക്ക് ഭയങ്കര തൃപ്തിയായി. അപ്പൊ അങ്ങനെയുള്ള ചില കേസുകളാണ്. ചിലര് ഇപ്പൊ ഇപ്പൊ അബ്ദുൽ കലാമിന് കൊടുത്ത പേന ഫ്രാൻസിലെ പ്രസിഡന്റ് കൊടുത്ത പേനയാണ്. അപ്പൊ അവർക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓരോരുത്തരെ ഗിഫ്റ്റ് കൊടുത്തതിന്റെ ആ ഇതുകൊണ്ടുള്ള അറ്റാച്ച്മെന്റ്. അപ്പം അത് അവർക്ക് അതില്ലാണ്ടിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവിടെ ഒരു കളക്ടർ ഉണ്ടായിരുന്നു. ആ കളക്ടർക്ക് ഒരു മുസ്ലിം ഒരാൾ ഒരു പേന കൊടുത്തു. അപ്പം അയാൾ ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഈ മുസ്ലിം. അപ്പം അയാൾ തിരിച്ച് നാട്ടിലേക്ക് റിസൈൻ ചെയ്ത് പോരുമ്പോൾ അയാളെ ഷെയ്ക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ
അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പൊ അയാൾ പറഞ്ഞു, നിനക്ക് ഉപകാരം ചെയ്ത് തരുന്ന ആൾക്ക് ഇത് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് വീടില്ല. അപ്പൊ വീട് വെക്കാനായിട്ട് ഒരാൾ അയാളെ സഹായിച്ചു. അയാൾക്ക് വളരെ ഇതായി അയാൾക്ക് വീടൊക്കെ വെച്ചു. അപ്പൊ ഈ പേന അയാൾക്ക് കൊടുത്തപ്പോൾ അയാളോട് പറഞ്ഞു, ഈ പേന കളയരുത്, നല്ല വിലപിടിപ്പുള്ള പേനയാണ്, അതുകൊണ്ട് ഇത് കളയരുത്, നന്നായി സൂക്ഷിക്കണം. പക്ഷെ ആ പേന കൊണ്ട് മഷി നിറച്ച് ഗോൾഡ് പേനയാണ്, ഇരിഡിയം പ്ലാറ്റിനാണ്, എഴുതാൻ നല്ല സുഖമാണ്, കളറൊന്നും പോവില്ല. അന്ന് തന്നെ 1,00,000 രൂപയിൽ മേലെ വിലയുണ്ട് ആ പേനയ്ക്ക്. അങ്ങനെ ഈ കളക്ടർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് കരുണാകരൻ മിനിസ്ട്രിയാണ് ഇവിടെ, കരുണാകരൻ മുഖ്യമന്ത്രിയാണ്. എന്തോ തിരക്കിൽ ഈ കളക്ടർ ഈ പേന നിലത്ത് വീണു. പിന്നെ എഴുതാൻ പറ്റുന്നില്ല. ആൾക്കാകെ വിഷമായി 5-6 കൊല്ലം അയാൾ ഉപയോഗിച്ചാണ്. പെട്ടെന്ന് വീണു. വേറെ ഒരു പേന വെച്ചിട്ട് ഇയാൾക്ക് എഴുത് സുഖമാണ്. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചത് എന്താ വഴി. അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മളെ പാലസ് റോഡിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, പെൻ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വെച്ച് എനിക്ക് കളക്ടർ എന്നൊന്നും അറിയില്ല. ഞാൻ ശരിയാക്കി കൊടുത്തു. എന്താ വേണ്ടത്? ഇതിനൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അത് ശരിയല്ല, എനിക്ക് അത്രയും ഇതായി. ഞാൻ പറഞ്ഞു ഈ പേന വേറെ ആൾക്ക് കൈമാറാൻ പാടില്ല. അന്ന് തന്നെ 1,50,000 രൂപ വിലയുണ്ട്. അതുകൊണ്ട് ഈ പേന വേറെ ആൾക്ക് കൈമാറരുത്, നല്ല പേനയാണ്. അയാൾ അത്ഭുതപ്പെട്ടു. ഇത്രയും ലക്ഷം രൂപയുടെ പേനയാണ് അയാൾ എനിക്ക് തന്നത് എന്നുള്ളത് ആളപ്പൊ തന്നെ അത്ഭുതപ്പെട്ടു. വില അറിയണത് അതുവരെ ഒരു പേനയെന്ന് ആള് വിചാരിച്ചോളൂ. പക്ഷെ ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് അയാൾ മനസ്സിലാക്കിയത് ഇന്ന വിലയുള്ള പേനയാണെന്നുള്ളത് ആള് മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കൈമാറാൻ പാടില്ല, ഭയങ്കര വിലപിടിപ്പുള്ള പേനയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അന്ന് അതിൻ്റെ ആ വാല്യൂ മനസ്സിലാക്കി. പിന്നെ അതുമാതിരി ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് ആളിടയ്ക്ക് പോകുമ്പോൾ ഒന്ന് എൻ്റെ അടുത്ത് വെറുതെ കയറി ഒന്ന് കാണിക്കും, എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളതൊന്ന്. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ആ പേനയായിട്ട് വന്നു. പിന്നെ പേന എന്ന് പറയുന്ന സാധനം നന്നായാൽ, നമ്മൾ എഴുതുന്നത് നിൽക്കാണ്ട് മഷി വരുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലെ വേർഡ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാ മേട്ടർ തന്നെ ആകെ ഇതാവും. ആ സ്ഥാനത്ത് ഈ പേന നിൽക്കാണ്ട് എഴുതണുണ്ടെങ്കിൽ ആ മേട്ടർ നന്നായി വരും. ആ മാറ്റർ അത് പിന്നീട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ വേർഡ്സ് ഒക്കെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. അത്രയും ഭയങ്കരമാണ് പേന എന്ന് പറയുന്നത്. പേന കൊണ്ട് എഴുതുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്നുള്ള നല്ല ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുമാതിരി വിഷ്വലുള്ള മാതിരിയല്ല. വിഷ്വലില് നമ്മളാവുമ്പോൾ അത്ര വേർഡ്സുകൾ വരില്ല. എഴുതി വരുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്നുള്ള ആശയങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് പേന. അതുകൊണ്ട് മിക്ക ആൾക്കാരും എഴുത്തുകാരും ഒക്കെ അധികം ഉപയോഗിക്കുക പേനയാണ്. ഇന്ന് കാലത്ത് അതല്ല, കുറച്ച് എഴുതി കഴിഞ്ഞാൽ ഒക്കെ ഫോട്ടോ കോപ്പിയും അത് ഇത് എടുത്തിട്ട് വരണേ. പക്ഷെ ആ ആശയങ്ങൾ വരണമെങ്കിൽ പേന കൊണ്ട് തന്നെ എഴുതും. പേന കൊണ്ട് ലോകത്തെ മൊത്തം മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതെ അതെ. ഒരുപാട് വർഷക്കാലമായിട്ട് തൃശ്ശൂർ ടൗണിൽ ഇങ്ങനെ ഒരു കട ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് വിപുലീകരിക്കാൻ ആഗ്രഹമുണ്ടോ നാസ്രിക്ക്? വിപുലീകരിച്ചിട്ട് നമ്മൾ കാര്യമില്ല. വിപുലീകരിച്ച് ഇതാവുമ്പോ നമ്മൾ വേറെ സ്റ്റാഫിനെ വെക്കണം. നമ്മള് കസ്റ്റമറിന് കൊടുക്കുന്ന കെയർ കിട്ടണമെങ്കിൽ ഞാൻ എന്നെ നേരിട്ട് കസ്റ്റമറിന് കൊടുക്കുമ്പോ അവർക്ക് ആ ഒരു സന്തോഷം വേറെ. നമ്മൾ വേറെ ആളെ വെച്ചിട്ട് അവർക്ക് ഇതാവുമ്പോ ആ ഒരു സന്തോഷം കിട്ടില്ല. നമ്മളെപ്പോഴും ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടറിൽ നിന്ന് തന്നെ അതിന് പറ്റിയുള്ള ചികിത്സയും അതിന്റെ ഇതുകളും കിട്ടുമ്പോഴേ അവർക്ക് സന്തോഷം വരുള്ളൂ. നമ്മൾ വേറെ ആളെ കൊണ്ട് ഒരു ബൈസ്റ്റാൻഡിനെ കൊണ്ട് പറഞ്ഞ് അവർക്ക് കൊടുക്കുമ്പോൾ അത് അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടില്ല. മറ്റേ വളരെ സന്തോഷമായിട്ടാണ് ഇവിടുന്ന് പോണത്. നമ്മള് എല്ലാം വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വളരെ സന്തോഷമായി. അവര് പിന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. അവരെ മനസ്സിൽ വേർഡ്സുകൾ ഇങ്ങനെ നിറഞ്ഞാണ് പോണത്. കാരണം അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നമ്മള് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതല് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ആണ്. അത് നിത്യവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണാവുമ്പോ കുറെ കാലഘട്ടം നമ്മുടെ കൂടെയുള്ള സാധനം മിസ്സാവുമ്പോഴുള്ള ആ വേദന മനസ്സിന് ഭയങ്കര ഒരു ഫീലിംഗാ വരിക. പിന്നെ ഏത് വെച്ച് എഴുതിയാലും ആ മനസ്സിലെ ഫീലിംഗ് മാറില്ല. അതുമാതിരി ഇപ്പോൾ ഉയരത്തിൽ നിന്ന് പേന കുത്തി വീണു, പിന്നെ എഴുതാൻ പറ്റണില്ല. അപ്പോൾ ആ മനസ്സിൽ വേദനയായി.
ആ വീണതൊക്കെ അപ്പൊ ആക്സിഡന്റ് ഉണ്ടായ സംഭവം മനസ്സിൽ നിൽക്കാണ്. അപ്പൊ ചിലത് ഞാൻ ശരിയാക്കി കൊടുത്താലും മനസ്സിലെ വേദന പോയിട്ടില്ല. അപ്പൊ ഞാൻ പറയാം ആ മനസ്സിലെ വേദന എടുത്ത് കളയും. ഇനി പഴയ ഫ്ലോ വന്നിട്ടുണ്ട്, ഇനി അത് മനസ്സിൽ വെക്കണ്ട, പേന പുതിയതായി. ഇപ്പൊ നാസറിക്ക, നമ്മൾ ഈ കടയിലേക്ക് കയറി വരുമ്പോ തന്നെ നമ്മൾ കണ്ടു കൺസൾട്ടിങ് ടൈം എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രക്ചറിൽ കിടക്കുന്ന ഒരു പേന പിക്ചർ വെച്ചിട്ടുണ്ട്. ആരാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നൊക്കെ ആരാണ്? അത് ഫാദറായിട്ട് കൊണ്ടുവന്നതാണ്. കാരണം എന്താന്ന് വെച്ചാല് അവരുടെ കൂടെ ഉണ്ടായിരുന്ന രോഗി ആകെ അസുഖമായിട്ട് ആകെ തളർന്ന് ഇതായിട്ടാണ്. അപ്പൊ അവര് അതേമാതിരിയാണ് അവര് കൊണ്ടുവരുന്നത്, ആകെ വിഷമിച്ചിട്ട്. പിന്നെ നമ്മൾ അതിനെ ജീവൻ കൊടുത്ത് ഇതാക്കി കൊടുക്കുമ്പോഴാണ് അവർക്കൊരു ആശ്വാസം വരുന്നത്. ആ സന്തോഷം വരുമ്പോ ഈ പേന എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഇത് വന്ന ഇത് സാഹചര്യം, ആ കഥ വരെ അവരുടെ മനസ്സിലെ സന്തോഷം കൊണ്ടാണ്. ഈ ജീവൻ നമ്മൾ കൊടുക്കുമ്പോൾ ആ പേന വന്നത് എങ്ങനെയാണ്, ആര് തന്നതാണ്, അത് ഇന്ന ഇതായി. ഞാൻ 10-20 വർഷമായി എൻ്റെ കൂടെയുള്ള ആളാണ്, എൻ്റെ ഭാര്യനേലും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഈ പേനേനെയാണ് എന്നിങ്ങനെ കഥ അവര് വർണ്ണിക്കും. അത് ശരിയായി കിട്ടിയതിന്റെ സന്തോഷത്തിൽ. ഇപ്പൊ ശരിക്കും പറഞ്ഞ യൂസ് ആൻഡ് ത്രോ സിസ്റ്റം ആണ് നമ്മുടെ ഒരു സമൂഹത്തിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പേപ്പർ കൊണ്ടുള്ള പേനകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്നവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? യൂസ് ആൻഡ് ത്രോ പേനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികവും സമൂഹത്തിൽ വേസ്റ്റാക്കി, പ്ലാസ്റ്റിക് വേസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് പൊതുവേ നമ്മൾ ചെയ്യുന്ന ദ്രോഹമാണ്. കാരണം അത് കുറച്ചേ എഴുതാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് കളഞ്ഞു. അപ്പം അത് ഭൂമിയിൽ കിടന്ന് അലിയൂല്ല, ഒന്നും ഉണ്ടാവില്ല, എല്ലാത്തിനും അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ ഈ പ്ലാസ്റ്റിക് സാധനം. ഇപ്പൊ ഓരോരുത്തരുടെയും കയ്യക്ഷരം നന്നാകാൻ പേന ഉപയോഗിക്കുന്ന, നല്ല രീതിക്ക് പേന ഉപയോഗിച്ച് ആ കയ്യക്ഷരം നന്നാകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം കയ്യക്ഷരം നന്നാവാനായിട്ട് ഇപ്പൊ കയ്യക്ഷരം നന്നാവാനായിട്ട് വരുന്നത് കാലിഗ്രാഫി എന്ന് പറഞ്ഞ പേനയുണ്ട്. അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ കയ്യക്ഷരം നന്നാവും. അല്ലെങ്കിൽ ഫ്ലോ ഉള്ള പേന കൊണ്ട് എഴുതുക, അങ്ങനെ വന്നാലും കയ്യക്ഷരം നന്നാവും. ചുരുങ്ങിയതൊരു എൻ്റെ വയസ്സനുസരിച്ച് ഒരു 50 കൊല്ലത്തിൽ മേലെ ഇത് ഞാൻ ഇവിടെ വന്നു പെൻ ഒഴിക്കുന്നു. കാരണം എൻ്റെ ഫാദറും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, എൻ്റെ ഫാദറും ഈ മൂപ്പരുടെ ഫാദറും ക്ലോസ് ഫ്രണ്ടാണ്. അന്നോട്ടേ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് പേനകളും മറ്റുള്ള ഈ പേനകളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും. അന്നൊക്കെ പാർക്കർ പേന നല്ല മഷി ഉപയോഗിച്ച പേനകളാണ് അന്നൊക്കെ ഉപയോഗിച്ചിരുന്നത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ. അതൊക്കെ കിട്ടാവുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെയായിരുന്നു. അത് ഇന്നും നിലനിന്ന് പോകുന്നത്. ഇപ്പോഴും ഓടി വന്ന് എൻ്റെ ഗൾഫ് സുഹൃത്ത് വന്ന ഒരു പേനയുടെ അതിൻ്റെ ട്യൂബ് മാറ്റാൻ വേണ്ടി വന്നതാണ്. മറ്റുള്ളവർക്ക് പോയത് കിട്ടാൻ പ്രയാസമുണ്ട്. ഇവിടെ വന്നാൽ ഏത് ട്യൂബും ഏത് കാര്യങ്ങളും. ഇപ്പൊ ചേട്ടൻ്റെ അച്ഛനാണ് ഇത് ഫസ്റ്റ് തുടങ്ങിയത്, ഈ കട തുടങ്ങിയത്. എന്താണ് അച്ഛൻ ഇങ്ങനെ ഒരു കട തുടങ്ങാനുണ്ടായ ഒരു കാരണം എന്താണ്? പേന കിട്ടാത്ത കാലഘട്ടമായിരുന്നു ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പൊ ഒരു പേന കിട്ടിക്കഴിഞ്ഞാൽ അത് ജീവിതാവസാനം വരെ കൊണ്ടു നടക്കേണ്ട കാലഘട്ടമാണ്. വേറെ കടയിൽ പോയിട്ട് ഒരു പേന മേടിക്കാനുള്ള അവസരമില്ല അന്ന് കാലത്ത്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിതാവസാനം വരെ കൊണ്ടു നടക്കണം. ഇപ്പൊ ഒരു ബോസ് ഒരു പേന കൊടുത്തു, അപ്പൊ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഇവിടെ അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ ശരിയാവില്ല. ഇന്ത്യയിൽ ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റലുള്ളൂ. ഇവിടെ ഇപ്പൊ പേന നന്നാക്കുക മാത്രമല്ല, പേന വിൽക്കുന്ന കൂടെയുണ്ട് ചേട്ടൻ. അപ്പൊ ഒരാള് പേന വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വിൽപ്പന അധികമില്ല. കാരണം എന്താന്ന് വെച്ചാല് ചിലർക്ക് നമ്മളിൽ നിന്ന് ഒരു പേന മേടിക്കണം ആഗ്രഹമുള്ള കാരണം അങ്ങനെ കുറച്ച് പേനകൾ കൊടുക്കാനായിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് പേനകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അധികവും റിപ്പയറിംഗ് ആണ് കൂടുതൽ. അതാണ് ഞാൻ പറഞ്ഞത്, അറിവില്ലായ്മ കൊണ്ട് വരുന്ന ചില അസുഖങ്ങളുണ്ട് പേനകള്. ചിലവർക്ക് കയ്യിൽ ചൊറിച്ചിൽ വരും, ശ്രദ്ധിക്കാറില്ല. അപ്പോൾ സ്കിൻ ഡോക്ടറെ പോയി കാണുമ്പോൾ പറയും നിങ്ങൾക്ക് അലർജി ഉണ്ട് എന്ന് പറയും. ആ ചില പേനകൾ പിടിക്കുമ്പോൾ അലർജി വരികയാണ്. അപ്പോൾ അവർക്ക് അലർജി ഉണ്ടെങ്കിൽ അവർക്ക് അതിന് പറ്റിയ സൈസ് പേനയുണ്ട്. അപ്പോൾ അവർക്ക് പ്ലാസ്റ്റിക് അലർജി ഉണ്ടെങ്കിൽ മെറ്റലിൻ്റെ പേന അവർ ഉപയോഗിക്കണം. അല്ലെങ്കിൽ
ലെതർ കവറിംഗ് ഉള്ള പേന ഉപയോഗിക്കണം. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചൊറിച്ചില് കയ്യുമ്പോ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ നമ്മള് അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റിയ ട്രീറ്റ്മെന്റ് നടത്തിയാൽ അതിന് പറ്റിയ സൈസ് പേനയുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കില്ല. ആരെങ്കിലും പറയുമ്പോഴാണ് ഇതെന്താ നീ എപ്പോഴും പേന പിടിക്കുമ്പോ ചൊറിയണെന്ന് പറയുമ്പോ അയാൾക്ക് ആ പേന കൊണ്ട് അലർജി ഉണ്ട്. അലർജി ഉണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് ഇയാൾക്ക് അലർജി ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഇരത്ത് വന്നു കഴിഞ്ഞാൽ അതിന് പറ്റിയ സൈസ് പേന നമുക്ക് കൊടുക്കാൻ പറ്റും. അതുമാതിരി ചില കുട്ടികൾക്ക് ജനനത്തിൽ മലധാര ഉണ്ടാവില്ല ചില കുട്ടികൾക്ക്. അപ്പം അത് ഡോക്ടർ ഇതായിട്ട് ആ ഇതിന് ചികിത്സയ്ക്കായിട്ട് ഒരു പേനയുണ്ട്. ആ പേനയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ഇങ്ങോട്ട് റെഫർ ചെയ്ത് വിടും. അപ്പം നമ്മൾ അതിന് പറ്റിയ സൈസ് പേന കൃത്യമായിട്ടൊരു മലധാര ഉണ്ടാക്കിയിട്ട് ആ മലധാരത്തിൻ്റെ ഉള്ളിൽ ഇടുന്ന സൈസ് പേനയുണ്ട്. അപ്പം അത് കുറേ നാൾ യൂസ് ചെയ്ത് ഗ്രാജുവലി ആയിട്ട് അത് ഇതാവണം ആ കുട്ടിക്ക്. അപ്പം അതിനുള്ള സൈസ് പേനയും ഇവിടെ ഉണ്ട്. അത് സർജറി ഡോക്ടർമാരാണ് റെഫർ ചെയ്ത് ഇങ്ങോട്ട് വിടുക. ഇവിടെ ചെന്നാൽ പേന കിട്ടും എന്ന് പറഞ്ഞിട്ട് അവർ വിടുമ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള പേന കൊടുത്തയക്കും. അങ്ങനെ പല ചികിത്സകളും ഉണ്ട് ഈ പേനയുടെ കൊണ്ട് തന്നെ. ചിലർക്ക് കൈവിറ വരും. ഇപ്പൊ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് വെച്ചാല് കീമോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൈവിറ വരും. അപ്പൊ എഴുതാനായിട്ട് അപ്പൊ ഉദ്യോഗസ്ഥനാണ്, സർവീസിലുള്ള ആളാണ്, അവർക്ക് എഴുതണ്ടേ, എഴുത്ത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ ഇത് വേണം. അപ്പം അവർ വന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ സൈസ് പേന. അപ്പോൾ കൈ വിറയിലെച്ചാലും എഴുതുമ്പോൾ ലെറ്റർ കറക്റ്റ് വരാൻ വേണ്ടി അതേ ഫ്ലോ ഉള്ള പേന കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പഴയ ഇതിൽ ലെറ്റർ വരും. PWD ഓഫീസിൽ ഒരാൾ ഒരു ഗിഫ്റ്റ് കൊടുത്തു അവിടുത്തെ സാറിന്. അങ്ങനെ സാറിന് അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അടുത്ത സൂപ്രണ്ടിൻ്റെ കൊടുത്തു, ഇതൊന്ന് ശരിയാക്കിയിട്ട് തായോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അയാൾ അടുത്ത ആൾക്ക് കൊടുത്തു. അങ്ങനെ ആ ഓഫീസിൽ കുറേ സ്റ്റാഫുകളുണ്ട്. അവരൊക്കെ മാറി അവസാനം ഡ്രൈവർ അവിടെ വരെ എത്തി പേന ലാസ്റ്റ്. അങ്ങനെ ഡ്രൈവർ പറഞ്ഞു, എന്തിനിപ്പോൾ ഇതാവണ്, ആ പെൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളൊരു മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരും എന്ന് പറഞ്ഞാൽ അവർ കാറെടുത്ത് 2-3 ആളും ഈ ആളുമായിട്ട് ഇവിടെ വന്നു. ഞാനൊരു സെക്കൻഡ് കൊണ്ട് കാണിച്ച് അങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവരെല്ലാവരും ഒരു ചിരിച്ചു. അപ്പം എന്താന്ന് ചോദിച്ചു ഞാൻ, എന്താന്ന് ചോദിച്ചു. അത് ഞങ്ങളെ ഓഫീസിലെ എല്ലാവരും നോക്കിയിട്ട് പറ്റാത്ത കേസാണ് വന്നത്. നിങ്ങളൊരു സെക്കൻഡ് കൊണ്ട് ഇത് ആക്കിയപ്പോൾ ഞങ്ങൾക്ക് ചിരി വന്നു, അതാണ് ചിരിച്ചതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള അനുഭവം ഉണ്ട്. ഒരാൾ എന്നാൽ കൊടുക്കണ ആള് ഇത് ഇന്നമാതിരി ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കൂല. അവര് പറഞ്ഞിട്ടുണ്ടാവില്ല, കടയിൽ നിന്ന് ഒരു പേന മേടിച്ചു, കാണുമ്പോ നല്ല ഭംഗിയുണ്ട്, കൊണ്ടുപോയി ആൾക്ക് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണേലും ഒരു പേന വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് എത്ര കാലം വേണേലും ഉപയോഗിക്കാം. അതിന് എന്ത് പറ്റിയാലും ഈ പെൻ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. അപ്പൊ അതിന് പറ്റിയ അറിവില്ലായ്മ കൊണ്ട് എന്ത് വന്നാലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അത് ജീവിതത്തിന്റെ ഒരു നിത്യ ആളായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു രൂപത്തിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. അത് ഉപയോഗിക്കാതെ വെക്കുമ്പോൾ മഷിപ്പേന എന്ന് വെച്ചാൽ പച്ചവെള്ളത്തിൽ കഴുകി വെക്കുക. ബോൾ പെന്നാണ് അധികം ഉള്ളതെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ പേന മാറി മാറി ഉപയോഗിക്കുക. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരൊക്കെ നമുക്ക് തിരിച്ചും റെസ്പോണ്ട് ചെയ്യും. ഒരു പ്രപഞ്ച ഇതാണ്. ലോകത്തില് എന്തും പേന ഉണ്ടെങ്കിൽ ലോകം തന്നെ മറിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് എന്തോരം അതിനെ സ്നേഹിക്കുന്നു, അത് തിരിച്ചിങ്ങോട്ടും നമുക്ക് സ്നേഹം തരും. അതാണ് പേനയുടെ ഒരു ഇത്. നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് അതേമാതിരി നമ്മളോടും കാണിക്കും. ഒരുപാട് സന്തോഷം.